നിങ്ങളോട് സന്തോഷത്തോടെ ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ നിരാശ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലെയും തകർച്ചകളെ മാറ്റുന്ന, നിങ്ങളെ പണിത് പുറത്തെടുക്കുന്ന, നല്ല പാത്രമാക്കി മാറ്റുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ ഹല്ലേലൂയ മനുഷ്യരാക്കി തീർത്ത, മാനവകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ പാപമോചനത്തിനു വേണ്ടി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവാണ്. അവൻ ദൈവപുത്രനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും, രൂപാന്തരമുണ്ടാകും, ചൈതന്യമുണ്ടാകും, നന്മയുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കാലത്ത് ലോകസ്നേഹികളായി ജീവിച്ചിരുന്ന ഞങ്ങൾ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചിരുന്ന ഞങ്ങളെ വീണ്ടെടുത്ത ദൈവസ്നേഹം എത്ര വലിയതെന്ന് ഞങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഈ മധ്യാഹ്ന സമയത്ത് ഈ വഴിത്തലക്കിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത്. പ്രിയരെ, ഞങ്ങൾ ഒരു കാലത്ത് മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ ആശ്രയിച്ചവരായിരുന്നു. അതിൽ ഒരു സന്തോഷമോ ഒരു വിടുതലോ പ്രാപിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ആത്മഹത്യയെ പോലും ചിന്തിച്ചവരായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്നാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രിയരെ, ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ യേശു നിങ്ങളെ മാടി വിളിക്കുകയാണ്. യേശു ലോകത്തോട് നോക്കി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിലുള്ള മത നേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ വാക്തത്വങ്ങളല്ല, എന്നാൽ അഖിലാണ്ടത്തെ നിർമ്മിച്ച, അണ്ടകടാകത്തെ നിർമ്മിച്ച, നമുക്ക് ജീവൻ നൽകി തന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു മനുഷ്യകുലത്തായി വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരായുള്ളവരെ, ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരും.